എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുണ്ട്, ഇപ്പം നമ്മുടെ മുറ്റത്തെ ഒരു ജബോട്ടിക്കാബയുടെ മരമാണ്. അതിൽ കായ്ച്ചേക്കുന്ന ജബോട്ടിക്കാബയുടെ പഴം നമുക്കൊന്ന് തുറന്ന് കാണാം. എല്ലാവരും ഇത് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഈ പഴത്തെപ്പറ്റി ആർക്കും അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഇതിന് ഉൾവശം എങ്ങനെയാണ്, മുഴുവൻ കുരുവാണോ, ഫ്ലഷ് ഉണ്ടോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പഴം മരത്തിൽ വെച്ച് തന്നെ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. കണ്ടോ, ഇത് കട്ട് ചെയ്തപ്പോഴത്തേനും ഉറുമ്പ് ഓടി വരുവാണ്. അതിൻ്റെ കാരണം ഇത് വളരെ സ്വീറ്റാണ് എന്നുള്ളതാണ്. ഇത് വളരെ സ്വീറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ കുരു കണ്ടോ, ചെറിയൊരു സീഡാണ്, ചെറിയൊരു സീഡ്. ഇത് ഞാൻ ഫുള്ള് കട്ട് ചെയ്തു, സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ലൈസും കണ്ടോ, വളരെ ഫുള്ള് ഫ്ലഷാണ്, ഫുള്ള് ഫ്ലഷ്. ഇത് ശരിക്കും സീഡ് എന്ന് പറയാൻ തന്നെ ഇല്ല, ചെറിയൊരു സീഡാണ്. മുന്തിരിങ്ങയുടെയൊക്കെ ഉള്ളിലത്തെ സീഡ് പോലെ. കണ്ടോ, അതിൻ്റെ ഫ്ലഷ് കണ്ടോ, ഫുള്ള് ഫ്ലഷാണ്. ഇത് മരത്തിൽ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ പ്രത്യേകത കാണാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടിയില്ല കേട്ടോ ഇതിൻ്റെ പഴം. കാരണം കേരളത്തിൽ എല്ലായിടത്തും ഇതങ്ങനെ വ്യാപിച്ചിട്ടില്ല. വിൽപ്പനയ്ക്ക് ഒന്നും ഇതിൻ്റെ പഴങ്ങൾ ആയിട്ടില്ല. ഇതിൻ്റെ തൈകൾ മാത്രമേ നമ്മുടെ കേരളത്തിൽ ധാരാളമായിട്ട് ലഭിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി എല്ലാ വീട്ടിലും ഇതിൻ്റെ തൈകൾ വെച്ചതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിതിൻ്റെ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ ഫ്രൂട്ട്സ് അധികം ദിവസം കേടാകാതെ ഇരിക്കുകയില്ല. ഇത് പെട്ടെന്ന് കേടായി പോകും. കാരണം ഇത് ചെടിയെ നമ്മളിത് പറിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചുവട് ഏകദേശം പുറത്തെ തൊലി ശകലം പോകാൻ സാധ്യതയുണ്ട്. കാരണം മരത്തെ ചേർന്നാണല്ലോ ഇത് ഇരിക്കുന്നത്, മുന്തിരി പോലെ കുലയായിട്ടല്ലല്ലോ. അപ്പം ഇത് പറിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലിയുടെ കുറച്ച് ഭാഗം അടർന്നു പോകും. അപ്പോൾ അതിൽ കേടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുപോയി വെച്ച് വിൽക്കാൻ സാധിക്കില്ല. ഇത് നമ്മൾ ഫ്രീസറിൽ പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല കൂളായിട്ടിരിക്കും. എന്നിട്ടെടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഉണ്ടോ, ഞാനത് പറിച്ചെടുത്തു, ഉണ്ടോ, ഒഴുകുന്നുണ്ടോ ഓരോ ഡ്രോപ്സായിട്ട്. ഇത് വേറെ ഒരെണ്ണമാണ് അതിലുണ്ടായി. ഇത് ഏകദേശം തീർന്നു, കായ തീർന്നു. ഇത് കായ്ക്കും, മുഴുവനും പൂവിട്ട് കായ്ക്കും, ഒരുമിച്ച് ഫ്രൂട്ടാവും. പിന്നെ വീണ്ടും അത് പൂവിട്ട് കായ്ക്കും. അങ്ങനെയാണിത്. നമുക്കൊക്കെ നമ്മുടെ വീട്ടിൽ ഓരോന്ന് തൈ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് 2-3 വർഷം കൊണ്ട് ഇതുപോലെ ഫ്രൂട്ട് പറിക്കാൻ പറ്റും. ഇതുകൊണ്ട് എന്നാ ജെല്ലിയായിട്ടാണ് ഇതിൻ്റെ ഉൾവശം ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് നമുക്ക് ഇത് ഓരോന്നും നമ്മുടെ വീട്ടിൽ മേടിച്ച് വെക്കുക. ഇവിടെയുള്ള നേഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈ ലഭ്യമാണ്. ഈ വീഡിയോ കണ്ട എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ, എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി.